അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മക്കളെ, നാളെ അഖീദാണല്ലേ. നമ്മൾ 2ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പം നാളെ പരീക്ഷ അഖീദയാണ്. നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും, അതിന് ഉത്തരം ഇങ്ങനെ എന്ത് ചെയ്യുക, ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പറഞ്ഞാൽ പോരാ, നാളെ പരീക്ഷയ്ക്ക് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ഉമ്മാക്ക് എന്ത് ചെയ്യുക, ഉമ്മ പറയണൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി കൊടുക്കുകയും ചെയ്യുക. കൊടുക്കൂലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ 1-2 പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കണേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ കണ്ടില്ലേ, അതിന് ഉത്തരം ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തെ ഭാഗത്ത് ഉമ്മ കാണിച്ചു തരും, അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഏതാ നോക്കിയിട്ട് അവിടെ ഒന്നാമത്തെ ആ വരി ഉണ്ടല്ലോ, ആ വരി തന്നെ എഴുതണം. ഒരു ചോദ്യം വായിക്കട്ടെ. ഭൂമി പടച്ചത് ആരാണെന്നായിരിക്കും അല്ലേ. ഭൂമി പടച്ചത് ആരാണ്? നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട്, ഭൂമി പടച്ചവനാരാണ് അല്ലേ. അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആരാണ്? അള്ളാഹു. 2 അവിടെ അള്ളാഹു ഏതാ, ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്ത് ചെയ്യുക, അള്ളാഹു എന്നുള്ളത് എന്ത് ചെയ്യണം, നേരെ മുകളിൽ വരിയിൽ ഫസ്റ്റ് വരിയിൽ എഴുതി കൊടുക്കണം. അവിടെ പിന്നെ വേറെ ഒന്നും എഴുതരുത്. 2ാമത്തെ ചോദ്യം, നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്ത്? നമ്മുടെ നബിയവരാരാണ്? പാട്ട് പഠിച്ചിട്ടില്ലേ. ആരാണ് നമ്മുടെ നബി? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് കാണിച്ചു കൊടുക്കി? അവിടെ താഴെ ഉണ്ട് അല്ലേ. അതാണ് എന്ത് ചെയ്യേണ്ടത്, 2ാമത്തെ വരിയിൽ എഴുതി കൊടുക്കേണ്ടത്. വേറെ ഒന്നും എഴുതി കൊടുക്കണ്ട. 3ാമത്തെ വരിയിൽ ചോദ്യം കണ്ടില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ ആരാണ്? നബിയുടെ ഉപ്പ അബ്ദുല്ല. ആരാണ്? അബ്ദുല്ല. ഇവിടെ അബ്ദുല്ല, ഇവിടെ അബ്ദുല്ല എന്ന് എഴുതിയത് അവിടെ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. എവിടെയാണ് എഴുതിയത്? ആ എഴുതിയത് നമുക്ക് കാണിച്ചു കൊടുക്കുക. അത് എന്ത് ചെയ്യണം, 3ാമത്തെ വരിയിൽ എഴുതി കൊടുക്കണം. അവിടെ വേറൊന്നും എഴുതരുത് കേട്ടോ. അത് മാത്രം എഴുതിയാൽ, ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഇപ്പുറത്തെ കള്ളിയിലുണ്ടാവും, അല്ലെങ്കിൽ മേലുണ്ടാവും, സൈഡിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉത്തരം ഉണ്ടാവും. ഉത്തരം ഉള്ളത് എന്ത് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കണം. ചിലത് എന്ത് ചെയ്യും, ചില ചോദ്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. നബിൻ്റെ ഉപ്പാൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ഇവിടെ മേലെയോ സൈഡിലോ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളവിടെ എഴുതി കൊടുക്കണം. നബിയുടെ ഉപ്പൻ്റെ പേരെന്താ? അബ്ദുല്ല. നബിയുടെ പേരെന്താ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ എഴുതണം. ഇനി 4ാമത്തെ ചോദ്യം കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മ കാണിച്ചു തരും. പരീക്ഷയ്ക്ക് ബേജാറാകേണ്ട, നല്ല ഉഷാറായിട്ട് പഠിച്ചു പോയാൽ മതി. ഉസ്താദ് അടുത്തുണ്ടാവും. ഉസ്താദിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ചോദ്യം വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വായിക്കണം. സ്വന്തമായിട്ട് വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുക, ഈ ഉസ്താദേ ഈ ചോദ്യം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഉസ്താദ് വായിച്ചു തരും. ഏതാണ് 4ാമത്തെ ചോദ്യം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാം വയസ്സിൽ, നബിയുടെ 40ാമത്തെ വയസ്സിൽ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി തങ്ങൾ 40ാമത്തെ വയസ്സിൽ എന്തായത്? നുബുവത്ത് ലഭിച്ചു, അഥവാ നബിയായി. നബി തങ്ങൾ നബിയായത് എത്രാമത്തെ വയസ്സിലാണ്? 40ാമത്തെ വയസ്സിൽ. അപ്പം നബിയായി ചോദ്യം ഇങ്ങനെ വരും, നബി തങ്ങൾ നബിയായത് എത്രാം വയസ്സിലാണ്? അപ്പം 40 എന്ന് എഴുതാം. ഇനി 40ാമത്തെ വയസ്സിൽ നബി തങ്ങൾ എന്തായത്? നബിക്ക് എന്താ കിട്ടിയത്? നുബുവത്ത് ലഭിച്ചു എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്തത്, മണ്ണിനാൽ പടക്കപ്പെട്ടു. മണ്ണിനാൽ പടക്കപ്പെട്ടു. മണ്ണ് കൊണ്ട് ആരെയാണ് പടച്ചത്? മനുഷ്യന്മാരല്ലേ, നമ്മളെ. അപ്പം ഇങ്ങനെ എഴുതുക, മനുഷ്യർ. അവിടെ അല്ലേ സൈഡിലുണ്ട് 2ാമത്തത്, അത് അവിടെ എഴുതി കൊടുക്കുക. ഇനി 6ാമത്തെ ചോദ്യം, കാണപ്പെടാത്ത സൃഷ്ടികൾ. നമ്മൾ കാണുന്ന ഒരുപാട്, അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂലേ. ഉമ്മാനെ കാണുന്നുണ്ട്, അവിടെ ഒരുപാട് പിന്നെ നമ്മളെ മുമ്പിൽ ടേബിളുണ്ട്, കസേരയുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുന്നതാണ് അല്ലേ. നമ്മൾ എവിടെ പോയാലും പുറത്തിറങ്ങിയാൽ പുറത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കാണാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? ആ കൊടുത്തതിൽ ഏതാണത്? നുബൂവത്ത് ലഭിച്ചു, മനുഷ്യർ, അബ്ദുല്ല, അള്ളാഹു, മലക്കുകൾ, മുഹമ്മദ് നബി. ഏതാണത്? നമുക്ക് 2 വേഗം എഴുതി കൊടുക്കാം. ഒന്ന് അള്ളാഹു എന്ന് നേരത്തെ എഴുതി കൊടുത്തു അല്ലേ. എവിടെ?
പിന്നെ ഭൂമി പടച്ചത് ആരാണ് എന്ന് അല്ലേ ചോദ്യം വന്നു, ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അള്ളാഹു നീത. ഇനി ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അള്ളാഹു എഴുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഉത്തരം ശരിയാകും. അതിൻ്റെ കൂടെ ഏറ്റവും നല്ല എന്താ, നമ്മൾ മുകളിൽ അള്ളാഹു നീതി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, ഇനി എഴുതാത്തൊന്നുണ്ട്. ഏതാണത്? മലക്കുകൾ. ഏതാണ്? മലക്കുകൾ. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിനും കാണാൻ പറ്റൂല. അപ്പോൾ അത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എഴുതിയാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ, രണ്ടാമത്തത് വേറെ ചോദ്യമാണ്, പൂർത്തിയാക്കാനുള്ളത്. അവിടെ ഉത്തരമൊന്നുമില്ല, ഉത്തരം ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. നമുക്കത് കുറച്ചേ ഉള്ളൂ, 2 വാക്ക് എഴുതാനുള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ? ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് നോക്കി. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അത്ര മാത്രം എഴുതിയാൽ മതി, ആരാധിക്കാവൂ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതി എന്ത് ചെയ്യുക, ഉമ്മക്കൊക്കെ ചില ഉത്തരങ്ങൾ, ചോദ്യത്തിന് ഉത്തരങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉമ്മ പറയുന്നത് ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് നാളെ പരീക്ഷയ്ക്ക് നല്ല ഉഷാറായിട്ട് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, അതിൽ രണ്ടാമത്തെ ചോദ്യമാണ് അല്ലേ, നമ്മുടെ റബ്ബ് ആരാണ് അല്ലേ? അതാണ് ചോദ്യം. നമ്മുടെ റബ്ബ് അള്ളാഹു. അപ്പോൾ അത് എഴുതിയാൽ മതി. അള്ളാഹു എന്നുള്ളത് നമുക്ക് എഴുതാൻ അറിയും. എഴുതാൻ അറിയില്ലെങ്കിൽ ഇത് മെല്ലെ അവിടെ മേലത കൊടുത്തിക്കണ്, മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ അള്ളാഹു എന്ന്, അവിടെ നോക്കിയിട്ട് മെല്ലെ എഴുതുക. നമ്മളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ചില ഉത്തരങ്ങളൊക്കെ അവിടെ സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, മെല്ലെ സ്ഥലമൊന്നും ചോദിക്കൊന്നും വേണ്ട, മെല്ലെ അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്, നബിയുടെ ജനനം മക്കത്ത് അല്ലേ? അപ്പം മക്ക നെയ്താ മതി. മക്കയിൽ, ഒന്നെങ്കിൽ മക്കയിൽ നെയ്ത, അല്ലെങ്കിൽ മക്ക നെയ്ത, അല്ലെങ്കിൽ മക്കത്ത് നെയ്ത. ഇവിടെ നബി ജനിച്ചത് എവിടെയാണ്? മക്കയിൽ. ഇനി നാലാമത്തെ, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ്. ആരാണ്? നമ്മളെ മനുഷ്യന്മാരെ പഠിച്ചത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു മണ്ണ് കൊണ്ടാണ് എന്ന് പറഞ്ഞു, മണ്ണിനാൽ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രകാശം കൊണ്ട് പഠിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാണിത്? മലക്കുകൾ. ആ മലക്കുകൾ മേലുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നോക്കിയിട്ട് മെല്ലെ എഴുതിയാൽ മതി. നമുക്ക് ഉത്തരം അറിയുമെങ്കിൽ എഴുതാൻ, അഥവാ അറിയില്ലെങ്കിൽ നമ്മളൊക്കെ എഴുതാൻ പഠിച്ച കുട്ടികളാണ്. അഥവാ എഴുതാൻ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മേലെ തന്നെ ഉണ്ട്, അവിടെ മെല്ലെ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് എഴുതാനും നമുക്കറിയണം. അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യം കഴിഞ്ഞ് ഇനി അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. പൂർത്തിയാക്കാനൊക്കെ ഉള്ളതൊക്കെ എന്താണ്, നേരെ ഇതിൻ്റെ ബാക്കി എഴുതാനുള്ളതാണ്. ഇനി ചോദ്യമാണ്, ചോദ്യത്തിന് ഉത്തരം. ഇതൊക്കെ ചോദ്യം തന്നെയാണ്, ഓരോ ചോദ്യങ്ങളാണ് അല്ലേ? അതൊക്കെ ഒരേ കോലത്തിൽ എന്ത് ചെയ്യുന്നതാണ്, ഉത്തരം എഴുതാനുള്ളതാണ്. എന്നെന്നും ഉള്ളവനാണ് അവൻ. ആര്? എന്നെന്നും ഉള്ളവനാണ് ആര്? അതാരാണ്? അള്ളാഹു. എന്നൊന്നും നമ്മളൊക്കെ എന്ത് ചെയ്യും, മരണപ്പെടും. എന്നാൽ എന്നെന്നും ഉള്ളവനാണ് ആര്? അള്ളാഹു. രണ്ടാമത്തത് കണ്ടില്ലേ, രണ്ടാമത്തെ ചോദ്യം കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മ കാണിച്ചു തരും. അല്ലെങ്കിൽ ഇത്താത്ത ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അടുത്തുള്ള ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, ഒന്ന് കാണിച്ചു തരും. അപ്പം എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയത് എങ്ങോട്ടാണ്? നബി തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പോയി എവിടേക്കാണ്? മദീനയിലേക്ക്. എവിടേക്കാണ്? മദീന എന്ന് എഴുതിക്കുക, മദീന അല്ലേ? എഴുതാൻ അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ എഴുതി പഠിക്കുക, മദീന. ഈ ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും, വന്നാൽ നാളെ എഴുതണം. ചോദ്യം ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഉസ്താദ് തരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഉത്തരം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വായിക്കുമ്പോൾ ഉത്തരം കിട്ടണം. നമുക്കൊക്കെ അറിയാം എഴുതി, അതിനെന്ത് ചെയ്യണം, എഴുതാനും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഉസ്താദ് ക്ലാസ് നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, എഴുതാനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അഥവാ കിട്ടിയിട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം എല്ലാം എഴുതി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രാം വയസ്സിലാണ് വഫാത്തായത്? നബി തങ്ങൾ മരണപ്പെട്ടത് എത്രാമത്തെ വയസ്സിലാണ് നബി തങ്ങൾ വഫാത്തായത്? വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ്? 63. എത്ര? 63. അപ്പം ഇങ്ങനെ 63 എന്ന് എഴുതുക. അവിടെ പാഠത്തിലുണ്ടല്ലോ, പുസ്തകത്തിലുണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അക്കത്തിൽ എഴുതുക. ഇനി രണ്ടാമത്തത് അല്ലേ, ഇനി പിന്നെ നാലാമത്തെ ചോദ്യമാണ് അല്ലേ. പിന്നെ അവിടെ ബോക്സ് കണ്ടില്ലേ, ഏതാണത് ബോക്സ്? 2 വീതം എഴുതാം, 2 എഴുതിയാൽ മതി. പ്രധാനികളായ മലക്കുകൾ 10 നമ്മൾ 10 മലക്കുകളുടെ പേര് പഠിച്ചിട്ടുണ്ട്. ഏതാണത്? ജിബിരിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം,
അസ്റായിൽ അലൈഹിസ്സലാം ഇങ്ങനെ 10 മലക്കുകളുടെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 മലക്കുകളുടെ പേര് മെല്ലെ എഴുതി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും 10 മലക്കുകളുടെ പേരിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാൻ എളുപ്പം ഏതാണ്? മാലിക് അലൈഹിസ്സലാം അല്ലേ? അത് വേണമെങ്കിൽ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം. ഇങ്ങനെ എന്ത് ചെയ്യുക? ഏത് പേരും അവിടെ 2 പേര് എഴുതിയാൽ മതി. അപ്പോൾ എളുപ്പമുള്ള പേര് ഏതാണ് അത് വേഗം എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഒരു കള്ളിയിൽ ഒന്ന്, മറ്റേ കള്ളിയിൽ വേറൊന്ന്. ഇനി അടുത്തത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക. എന്താണ് തന്നിട്ടുള്ളത്? ഭക്ഷണം തന്നു, വെള്ളം തന്നു. അപ്പോൾ ഭക്ഷണം നെയ്തുക ഒരു കള്ളിയിൽ, മറ്റൊരു കള്ളിയിൽ വെള്ളം നെയ്തുക അല്ലേ? കൈ തന്നു, കൈ നെയ്തുക ഒരു കള്ളിയിൽ, അല്ലെങ്കിൽ കാല് നെയ്തുക. നമുക്ക് തന്ന ശരീരത്തിൽ തന്നെ ഒരുപാട് കാര്യം തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ജനിച്ചു, അതന്നെ വലിയ അനുഗ്രഹമാണ്. ഉപ്പാനെ തന്നു, ഉമ്മാനെ തന്നു. ഇതൊക്കെ എന്താണ്? നമുക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളാണ്. ശ്വസിക്കാൻ വായു തന്നു അല്ലേ? മൂക്ക് തന്നു, വായ തന്നു. ഇതൊക്കെ എന്താണ്? അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടെന്നാണ് ചോദിക്കണേ. അപ്പോൾ എന്താ? അല്ലാഹു തന്നതൊക്കെ അവിടെ എന്ത് ചെയ്യുക? 2 എഴുതിച്ചാൽ മതി. ഭക്ഷണം, വെള്ളം. ഇനി അടുത്തത് അല്ലാഹു പടച്ച വസ്തുക്കൾ. നമ്മൾ 1-ാമത്തെ പാഠത്തിലല്ലേ? ഭൂമി പടച്ചവനാരാണ് അല്ലേ? അത് ഒന്ന് ഭൂമി. നമുക്ക് അള്ളാഹിനെ സൃഷ്ടി എന്ത് ലോകത്തുള്ളതൊക്കെ ഇവിടെയൊക്കെ ഉള്ളതൊക്കെ എന്താണ്? നമ്മൾ കാണുന്ന വസ്തുക്കൾ മുഴുവൻ ആര് പഠിച്ചതാണ്? അള്ളാഹ് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ എഴുതി പഠിച്ചത് തന്നെ പുസ്തകത്തിൽ ഉണ്ടാവും. എന്ത് ചെയ്യുക? ഭൂമി, ആകാശം അല്ലേ? വെള്ളം, ഭക്ഷണം. ഇതൊക്കെ എന്ത് ചെയ്യുക? ഏതും എഴുതി കൊടുക്കുക. പിന്നെ ഇതൊക്കെ എന്താണ്? ആകാശം. ഇതൊക്കെ അള്ളാഹു പഠിച്ചതാണ്. ആകാശം നമ്മൾ കാണുന്ന, മുന്നിൽ കാണുന്ന എന്തൊക്കെയുണ്ടോ, കാണാത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. അല്ലാഹു 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 അല്ലേ? പാട്ടുണ്ടല്ലോ, ആ പാട്ട് അതേപോലെ അല്ലാഹു എന്നുള്ളതിന് ബാക്കി എന്താ? അതേപോലെ തന്നെയാണ്. അല്ലാഹു 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 എന്ന് എഴുതി കൊടുക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. ഇനി ഫാത്തിറുൽ അർളി അല്ലാഹു. ആ ബൈത്ത് എങ്ങനെ? ഫാത്തിറുൽ അർളി ഒന്ന് പാടി നോക്കി. അതിൻ്റെ ബാക്കി എന്താ? ഖാലിഖുൽ ജവ്വി അല്ലാഹു, ഖാലിഖുൽ ജവ്വി അല്ലാഹു. അതൊക്കെ നമ്മൾ എഴുതി പഠിച്ചതാണ്. അവിടെയൊക്കെ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ഇനി നല്ല സുഖമാണ്. അടുത്ത ചോദ്യം മദ്രസ. പിന്നെ വേർതിരിക്കാനുള്ളതാണ്. കാണുന്നവ, കാണാത്തവ. നല്ല സുഖമാണ്. നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്ടത് അതവിടെ എഴുതി കൊടുത്താൽ മതി. മദ്രസ, ജിന്ന്, മനുഷ്യൻ, മലക്ക്, പേന, പിശാച്ച്. ഉമ്മ കാണിച്ചു തരും ഏതൊക്കെയാന്നുള്ളത് അല്ലേ? നമ്മൾ കാണുന്നത് ഏതൊക്കെയാണ്? മദ്രസ നമ്മൾ കാണലുണ്ടോ? മദ്രസ നമ്മൾ കാണൂലേ? അപ്പോൾ എന്ത് ചെയ്യുക? കാണുന്നവ ആ കോളത്തിൽ എഴുതി കൊടുക്കുക. നമ്മളെ പുസ്തകത്തിലുണ്ടല്ലോ അല്ലേ? ജിന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം താഴെ എഴുതി കൊടുക്കുക. മനുഷ്യന്മാരെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ മനുഷ്യൻ എന്നുള്ളത് മേലെ കോളത്തിൽ കാണുന്നവയിൽ എഴുതി കൊടുക്കുക. മലക്കിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. മലക്കിനെ കാണാത്തവ ആ കാണാത്ത താഴെയുള്ള കള്ളിയിൽ എഴുതി കൊടുക്കുക, ഒരു കള്ളിയിൽ. അപ്പോൾ 2 അല്ലേ? ഇനി പേന നമ്മൾ കാണലുണ്ടോ? ഇല്ലേ? നമ്മളെ കീശയിൽ തന്നെ പേന ഉണ്ട് അല്ലേ? നമ്മളെ ബാഗിലുണ്ട് പേന. അതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ കാണുന്നത് അവിടെ എഴുതി കൊടുക്കുക. പിശാച്ച്, ഇബ്ലീസിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? താഴെ എഴുതി കൊടുക്കുക. ഇനി അവിടെ എന്ത് ചെയ്യുക? പുസ്തകത്തിൽ നോക്കിയിട്ട് എഴുതാനുള്ള അർത്ഥം എഴുതാനുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. പുസ്തകത്തിലില്ലേ? അത് അതേപോലെ എഴുതി കൊടുക്കുക. ഇതാണ് ഇപ്പം എന്ത് ചോദ്യം. ഇങ്ങനെ ചോദ്യം എഴുതിയാൽ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് വെരി ഗുഡും A+ഉം സ്റ്റാറും ഒക്കെ കിട്ടും. നമുക്ക് വാങ്ങണ്ടേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ചോദ്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് പിന്നെ എഴുതി പഠിക്കുക. നാളെ പരീക്ഷയ്ക്ക് ഇതേപോലത്തെ ചോദ്യം തന്നെ കയറി വരാം. ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? നല്ല ഉഷാറായിട്ട് ഫുള്ള് മാർക്ക് വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ രക്ഷിതാക്കളൊക്കെ പരമാവധി എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുക. നമ്മളെ പിന്നെ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക? അവരുടെ രക്ഷിതാക്കൾക്ക് ഈ പിന്നെ ക്ലാസ് ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. പരമാവധി എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.